കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വർഗീയ ഭീകരവാദികളുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ട ദിനമാണ് ജാനുവരി 30. സഹോദര്യത്തിലും സൗഹാർദ്ദത്തിലും സാമുദായിക മൈത്രിയിലും അധിഷ്ഠിതമായ ഒരു ഇന്ത്യക്കായി നിലകൊണ്ടതാണ് ഗാന്ധിജിയെ വർഗീയവാദികൾക്ക് എതിരാക്കിയത്. തങ്ങളുടെ പ്രത്യാശാസ്ത്രത്തിൻ്റെ മുന്നോട്ടു പോക്കിന് തടസ്സം നിൽക്കുന്നതാരായാലും അവരെ ഉന്മൂലനം ചെയ്യുകയെന്ന കുടിലതയുടെ ദുഷ്ടാത്മാവായിരുന്നു ഗാന്ധിവധം. അന്നേ ദിനം ഭാരതത്തിൽ രക്തസാക്ഷി ദിനമായി ആചരിച്ചു പോരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ രക്തസാക്ഷിത്വം വരിച്ച എല്ലാ ധീര ജവാന്മാർക്കും പ്രണാമമർപ്പിച്ചുകൊണ്ട് സെൻറ്റ് ഫിലോമിനാസ് HSSന്റെ മറ്റൊരു റേഡിയോ പ്രിയോർ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയായി. ഇറ്റ്സ് മീ സ്റ്റെഫാനിയ ആൻഡ് ED സ്റ്റുഡൻറ് സൈനിങ് ഇൻ വിത്ത് ജെസ്സി മിസ്. കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. Every year we celebrate National Geographic Day on January 27. Now I invite Christia Vinoy to deliver a speech explaining the importance of this special day. National Geographic Day, celebrated annually on January 27th, marks the founding of the National Geographic Society in 1888 to promote scientific exploration, environmental conservation, and geographical education. This day honors over a century of iconic, in-depth journalism, breathtaking photography, and documentaries that inspire people to understand and protect our planet. For generations, the iconic yellow-bordered magazine has been a window into the unknown. It has taken us into the deepest oceans, to the top of the highest mountains, and inside the most vibrant cultures on Earth. National Geographic is not just about pictures. It is about knowing the crucial first step towards conservation. National Geographic Day is a tribute to the spirit of exploration and curiosity. It encourages us to look beyond our immediate surroundings and appreciate the complexity of our planet. The Society has supported thousands of explorers and researchers, bringing to the light the wonders of nature, the mysteries of history, and the urgency of environmental sustainability. Whether it is the stunning photography that captures a fleeting moment in the wild, or documentaries that highlight the danger of climate change, the impact is profound. The theme for this year reminds us of the importance of exploration and conservation, protecting our planet. This serves as a reminder that we all have a responsibility to look after our world. On this 27th of January, let us pledge to be more aware, more curious, and more active in protecting our environment. Let us be inspired by the explorers and scientists to learn, discover, and act. Happy National Geographic Day. Thank you. നമ്മുടെ മനസ്സിലെ ഭാരങ്ങൾ ഇറക്കി വെച്ച് ഒന്നും സന്തോഷിക്കാൻ ആഗ്രഹിക്കാത്തതായി ആരുണ്ട്? തേനൂറുന്ന ഗാനങ്ങൾ നമ്മളെ അതിനായി സഹായിക്കുന്നു. മിന്നാരം എന്ന സിനിമയിലൂടെ സൂപ്പർ ഹിറ്റായി മാറിയ ഒരു ഗാനം ഓർഗനിലൂടെ നമുക്കായി അവതരിപ്പിക്കുന്നു എബ്രഹാം.
You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്നു ലാലാ ലാജ്പത് റായ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ജനുവരി 28-ാം തീയതി. ഇത്തരുണത്തിൽ അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയുന്നത് നല്ലതായിരിക്കും. അതിനായി ശ്രീനന്ദയെ ക്ഷണിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തിളക്കമാർന്ന അധ്യായമായ പഞ്ചാബ് കേസരി ലാലാ ലജ്പത് റായിയുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. 1865 ജനുവരി 28-ന് പഞ്ചാബിലെ ദുഡിഗയിലാണ് അദ്ദേഹം ജനിച്ചത്. പഞ്ചാബിന്റെ സിംഹം, ലയൺ ഓഫ് പഞ്ചാബ് എന്ന് വിളിക്കപ്പെടുന്ന ലാലാ ലജ്പത് റായ് ലാൽ ബാൽ പാൽ ത്രയത്തിലെ പ്രധാനിയായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ തീവ്രവാദ പക്ഷത്തിന് നേതൃത്വം നൽകിയ അദ്ദേഹം സ്വദേശി പ്രസ്ഥാനത്തിലൂടെ വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ജനങ്ങളെ ആഹ്വാനം ചെയ്തു. ഭയമില്ലാത്ത മനസ്സും അനീതിക്കെതിരെ പോരാടാനുള്ള ധൈര്യവും അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു. എൻ്റെ ശരീരത്തിൽ ഏൽക്കുന്ന ഓരോ അടിയും ബ്രിട്ടീഷ് ഭരണത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിരിക്കും എന്ന് സൈമൺ കമ്മീഷൻ വിരുദ്ധ സമരത്തിനിടെ അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. സ്വാതന്ത്ര്യ സമരത്തിൽ മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക പരിഷ്കരണങ്ങളിലും അദ്ദേഹം വലിയ സംഭാവനകൾ നൽകി. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകരിൽ ഒരാളാണ് അദ്ദേഹം. 1928-ലെ സൈമൺ കമ്മീഷൻ സമരത്തിനിടെ ഉണ്ടായ പോലീസ് ലാത്തി ചാർജിൽ പരിക്കേറ്റ് പിന്നീട് അദ്ദേഹം അന്തരിച്ചു. എങ്കിലും അദ്ദേഹത്തിന്റെ ത്യാഗവും ധീരതയും ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേരാൻ പ്രചോദനമായി. ലാലാ ലജ്പത് റായിയുടെ ജന്മദിനത്തിൽ ഭാരതാംബയുടെ ഈ ധീരപുത്രന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. പുരാതനമായ നമ്മുടെ സംസ്കാരത്തിൻ്റെ പരിച്ഛേദനങ്ങളാണ് നാടൻ പാട്ടുകൾ. പലതര ജീവിതശൈലികളും പ്രയോഗങ്ങളുമെല്ലാം നാടൻ പാട്ടുകളിൽ പ്രത്യക്ഷപ്പെടുന്നു. അത്തരത്തിലുള്ളൊരു നാടൻ പാട്ട് നമുക്കായി ഇവിടെ സമ്മാനിക്കുന്നത് തീർത്ത MS. കണ്ടോ നാട്ടാരേ, കണ്ടോ എൻ നാട്ടാരേ, ഉണ്ണീടമ്മയെ കണ്ടോരുണ്ടോ? കാലമതിക്കാരെ കൂരേന്ന് പോയില്ലേ, തിരികെ വന്നപ്പ കണ്ടില്ലോളെ. കണ്ടോ നാട്ടാരേ, കണ്ടോ എൻ നാട്ടാരേ, ഉണ്ണീടമ്മയെ കണ്ടോരുണ്ടോ? കാലമതിക്കാരെ കൂരേന്ന് പോയില്ലേ, തിരികെ വന്നപ്പ കണ്ടില്ലോളെ. കഞ്ഞി കുടിക്കാണ്ട്, പഴങ്കഞ്ഞി കുടിക്കാണ്ട്, കാലം പുലർക്കാലെ പോയതാണേ. മേലെ കണ്ടത്തിൽ വിത്തേറിയാറായി, നേരം പുലർക്കാലെ പോയതാണേ. ഉണ്ണി കരയുന്നേ, പൊന്നുണ്ണി കരയുന്നേ, എൻ്റെ പൂങ്കവിതെങ്ങോ പോയി. ഉണ്ണി കരയുന്നേ, പൊന്നുണ്ണി കരയുന്നേ, എൻ്റെ പൂങ്കവിതെങ്ങോ പോയി. എൻ്റെ പൂങ്കവിതെങ്ങോ പോയി. എൻ്റെ പൂങ്കവിതെങ്ങോ പോയി. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. കുട്ടിക്കാലത്ത് നാം ഒരുപാട് കവിതകൾ പാടി പഠിച്ചിട്ടുണ്ടല്ലേ? അതിലൊരു കവിത ശ്രവിച്ചാലോ? സുഗതകുമാരിയുടെ പ്രശസ്ത കവിതയായ ഒരു തൈ നടാം. നമുക്കായി ആലപിക്കുന്നത് ജിനോ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളയ്ക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളയ്ക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടന്നു, ഇത് പ്രാണവായുവിനായി നടന്നു,
ഇതു മഴയ്ക്കായി തൊഴുതു നടന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടന്നു. 100 തൈകൾ നിറഞ്ഞു നടന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി. ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി. ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി. ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി. ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റുവാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്നു പൂജ. നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്നു പൂജ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി. ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി. ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി. ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇനിയും നിങ്ങളുടെ രക്തം തിളക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഞരമ്പുകളിൽ ഓടുന്നത് വെറും വെള്ളമായിരിക്കും. മാതൃഭൂമിയുടെ സേവനത്തിന് വേണ്ടിയല്ലെങ്കിൽ പിന്നെ എന്തിനാണ് യുവത്വം? ചന്ദ്രശേഖരൻ ആസാദിൻ്റെ ഈ വരികളിൽ തുളുമ്പി നിൽക്കുന്ന രാജ്യസ്നേഹം നമ്മുടെ രക്തത്തിലും ഉണ്ടാക്കേണ്ടതാണ്. രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച എല്ലാ രക്തസാക്ഷികളെയും ഓർത്തുകൊണ്ട് രക്തസാക്ഷിത്വ ദിനത്തെ നമുക്ക് ഓർമ്മിക്കാം നിവേദിയുടെ വാക്കുകളിലൂടെ. നമസ്കാരം. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ വാർഷികമായ ജനുവരി 30 രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു. ഭഗത് സിംഗ്, ശിവറാം രാജ്ഗുരു, സുഖദേവ് താപ്പർ എന്നീ 3 അസാധാരണ വിപ്ലവകാരികളുടെ ത്യാഗത്തെ അനുസ്മരിക്കാൻ മാർച്ച് 23 രക്തസാക്ഷി ദിനം അല്ലെങ്കിൽ ഷഹീദ് ദിവസ് ആചരിക്കുന്നു. സ്വാതന്ത്ര്യ പരമാധികാര ലിബറൽ ഇന്ത്യക്കായി ജീവൻ ബലിയർപ്പിച്ച നമ്മുടെ രാജ്യത്തിന്റെ വാഴ്ത്തപ്പെടാത്ത വീരന്മാരെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും ഈ ദിവസം ആചരിക്കുന്നത്. 1948 ജനുവരി 30 നാഥുറാം ഗോഡ്സെ ഗാന്ധിജിയെ വധിച്ചു. അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് പൊതുജനങ്ങൾ ദുഃഖത്തിന്റെ ഇതിഹാസ പ്രവാഹങ്ങൾ സൃഷ്ടിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ ദിവസമാണ് ഈ ദിവസം. സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാത്മാഗാന്ധി ഇന്ത്യക്ക് നൽകിയ സംഭാവനകളെയും ത്യാഗങ്ങളെയും അനുസ്മരിക്കുന്നതിനായി എല്ലാ വർഷവും ജനുവരി 30 രക്തസാക്ഷി ദിനം ആചരിക്കുന്നു. ജനുവരി 30 വൈകുന്നേരം തന്റെ ദൈനംദിന പ്രാർത്ഥനാ യോഗത്തിൽ വെച്ച് നാഥുറാം ഗോഡ്സെ എന്ന യുവാവിന്റെ വെടിയേറ്റ് ഗാന്ധിജി മരിച്ചു. ഹിന്ദുക്കളും മുസ്ലിമുകളും ഒരുമിച്ച് ജീവിക്കണമെന്ന ഗാന്ധിജിയുടെ ബോധ്യത്തോട് യോജിച്ചതിനാലാണ് ഗോഡ്സെ ഗാന്ധിയെ കൊലപ്പെടുത്തിയത്. മഹാത്മാഗാന്ധിയുടെ സംഭാവനകൾ. മഹാത്മാഗാന്ധി ലോകത്തിന് നൽകിയ സംഭാവനകൾ ഇപ്രകാരമാണ്: 1. ഒരു പുതിയ ചൈതന്യവും സാങ്കേതികതയും സത്യാഗ്രഹം. 2. ധാർമ്മിക പ്രപഞ്ചം ഒന്നാണെന്നും വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും രാഷ്ട്രങ്ങളുടെയും ധാർമ്മികത ഒന്നു തന്നെയായിരിക്കണമെന്നും ഊന്നിപ്പറയുന്നു. 3. മാർഗങ്ങളും ലക്ഷ്യങ്ങളും സ്ഥിരതയുള്ളതായിരിക്കണമെന്ന അദ്ദേഹത്തിന്റെ നിർബന്ധം. 4. അദ്ദേഹത്തിന് ആദർശങ്ങളൊന്നുമില്ലായിരുന്നു എന്ന വസ്തുത. അദ്ദേഹം അത് ഉൾക്കൊള്ളിച്ചില്ല, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന പ്രക്രിയയുമായിരുന്നില്ല. 5. തന്റെ തത്വങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാനും മരിക്കാനുമുള്ള സന്നദ്ധത. അവയിൽ ഏറ്റവും വലുത് അദ്ദേഹത്തിന്റെ സത്യാഗ്രഹമാണ്. 6. രാജ്യത്ത് ഉടനീളമുള്ള നിരവധി സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളുടെ നേതാവായിരുന്നു അദ്ദേഹം. അക്രമത്തിനു പകരം സമാധാനമാണ് അദ്ദേഹം വാദിച്ചത്. നന്ദി. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചു പോരുന്ന വളരെ ലളിതമായ ഒരു പരമ്പരാഗത ഏകാംഗ കലാരൂപമാണ് പാടകം. പുരാണ കഥാകഥനമാണ് പാടകം. പാടകം എന്ന കലാരൂപം കലോത്സവ വേദിയിൽ അവതരിപ്പിച്ച് എ ഗ്രേഡ് കരസ്ഥമാക്കിയ 8Bയിലെ ശ്രീനന്ദ പാടകത്തിലെ ചില ഏടുകൾ നമുക്കായി അവതരിപ്പിക്കുന്നു.
പുരുഷാർത്ഥ ദുഷ്ടയത്തെ സാധിപ്പാനായിക്കൊണ്ട് അഖില ജഗദാധാരഭൂതനായി സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീനാരായണന്റെ ശ്രീമത് പാദാരവിന്ദങ്ങളെ സർവകാലവും ഹൃദയകമലകർണികാ മധ്യത്തിങ്ങമാറുവെച്ച് നിശ്ചല ഭക്തി പുരസരമാകും വണ്ണം ഉപാസിച്ചു കൊള്ളണം ഗുരുകാരുണ്യ ലക്ഷ്മീ നിയോഗാൽ. എങ്കിലോ പണ്ട് സൂര്യവംശാലങ്കാരഭൂതനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രൻ അനുജനായിരിക്കുന്ന ലക്ഷ്മണനോടും സുഗ്രീവാദി വാനരവീരന്മാരോടും കൂടി ലങ്കാനഗരിയെ പ്രാപിച്ച് സേനാനിവേശം ചെയ്തതിനു ശേഷം സുഗ്രീവനെ സമീപത്തിങ്കൽ വിളിച്ച് ഇപ്രകാരം അരുളി ചെയ്തു. ആയത് എപ്രകാരമാകുന്നു എന്നാൽ ദൂതോ ഗച്ഛതു ബുദ്ധിദാന നിപുണ പുത്രാംഗദോ ബാലിന പൗലസ്ത്യസ്യ ഹിതം ബ്രവീദു സഹസാ സീതാ പരിത്യജ്യതാം രാമം തം ശരണം ഭജേതി വചനം നന്വിഷ്യതേ ചേൽ നൂനം തർഹി വിഭീഷണം ദശമുഖസ്ഥാനേ അഭിശിഷ്യാമ്യഹം. ദൂതോ ഗച്ഛതു, ദൂതൻ ഗമിക്കട്ടെ. ഇപ്പോ എങ്ങടാ ദൂതൻ പോകേണ്ടത്, എന്താ ആവശ്യം എന്നാണെങ്കിൽ ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രൻ വാനരാഹൃതങ്ങളായിരിക്കുന്ന ഗിരിനികരങ്ങളെ കൊണ്ട് സമുദ്രത്തിൽ സേതുബന്ധനം ചെയ്ത് ലങ്കാനഗരിയെ പ്രാപിച്ച് സേനാനിവേശം ചെയ്തതിനു ശേഷം സുഗ്രീവനെ സമീപത്തിങ്കൽ വിളിച്ച് ഇപ്രകാരം അരുളി ചെയ്തു. അല്ലേ സുഗ്രീവ, യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് രാവണൻ നയന്യനോ ധന്യനോ എന്നറിയാനായിക്കൊണ്ട് ലങ്കയിലേക്ക് ഒരു ദൂതനെ പറഞ്ഞയക്കണം. ഇത് കേട്ട മാത്രയിൽ സുഗ്രീവൻ, അല്ലേ സ്വാമിൻ, ഇനി എന്തിനാ പിന്നെയും ദൂതനെ പറഞ്ഞയക്കണത്, നേരിട്ട് യുദ്ധം ആരംഭിച്ചാ പോരെ എന്നീ വണ്ണം സുഗ്രീവൻ ചോദിച്ച സമയത്തിങ്കൽ ഭഗവാൻ, അല്ലേ സുഗ്രീവ, യുദ്ധം ഒഴിവാക്കുകയാണ് നല്ലത്. എല്ലാ ഭരണാധികാരികളും യുദ്ധം ഒഴിവാക്കാനല്ലേ നോക്കണത്. രാജ്യത്ത് ഏതൊക്കെ തരത്തിൽ ശത്രുക്കൾ ജനങ്ങളെ വന്ന് ഉപദ്രവിച്ചാലും ഭരിക്കുന്നവരെ അവരെ പലതരത്തിൽ സംരക്ഷിക്കാനല്ലേ നോക്കണത്. അത് നമ്മുടെ ഒരു പാരമ്പര്യമാണ്. യുദ്ധം ഒഴിവാക്കുന്നത് തന്നെയാണ് യുക്തം. അതുകൊണ്ടാണ് ദൂതൻ ഗമിക്കട്ടെ എന്ന് പറഞ്ഞത്. മാത്രല്ല സുഗ്രീവ, ഞാനൊരു ഭരണാധികാരിയാണ്. അങ്ങും അതെ, രാവണനും അതെ. ഞാൻ യുദ്ധത്തിൽ രാവണനെ നിഗ്രഹിച്ച് സീതയെ സ്വീകരിച്ച് രാജഭരണം ആരംഭിച്ചാൽ പിന്നെ അതൊരു ദുഷ്പേരിന് കാരണമാവും. അതിപ്പോ എങ്ങനെയാണ് എന്നാണെങ്കിൽ ജനങ്ങള് ഇങ്ങനെ പറയാനായിട്ട് സാധ്യതയുണ്ട്. ഡോ, നീ അറിഞ്ഞോ എന്തുണ്ടായേ? ആ രാവണന്റെ കഥ കഴിഞ്ഞു. അതെങ്ങനെയാടോ? ആ രാമൻ കൊന്നു. അതെങ്ങനെയാ രാവണനെ അത്ര എളുപ്പത്തില് നിഗ്രഹിക്കാൻ പറ്റോ? ഡോ, രാവണൻ ഒട്ടും നിരീക്കാണ്ടാണ് യുദ്ധം ഉണ്ടായത്. രാവണൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. യുദ്ധത്തില് രാവണൻ പരാജയപ്പെട്ടു. അങ്ങനെ രാമൻ രാവണനെ നിഗ്രഹിച്ചു. മാത്രല്ല രാവണൻ സീതയെ അപഹരിച്ചു എന്നൊന്നും പറയാൻ സാധിക്കില്ല. എന്താ അത്? ഡോ, ഞാൻ കേട്ട കാര്യാട്ടോ. രാവണൻ ഒരിക്കല് പുഷ്പവിമാനത്തിലൂടെ ഒരു കാട്ടിക്കൂടെ ഇങ്ങനെ പോവായിരുന്നു. അപ്പതാ ഒരുത്തി അവിടെ ഇരുന്ന് കരയണു. ഒറ്റയ്ക്കല്ലേ, അതും കൊടുങ്കാട്ടില്. അവളെ പുഷ്പവിമാനത്തിൽ കയറ്റി ലങ്കയിലേക്ക് കൊണ്ടുവന്നു. ഉടമസ്ഥർ ആരെങ്കിലും വന്നാ കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണേ. ഡോ, അതിനെന്താണോ തെളിവ്? ഡോ, രാവണൻ സീതയെ കൊണ്ടുവന്നിട്ട് അന്തപുരത്തിലാണോ കെത്തിയത്? അല്ലല്ലോ, അശോകവനികോദ്യാനത്തിലല്ലേ. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് രാമൻ കുറെ വാനരന്മാരെ കൊണ്ടുവന്ന് ലങ്ക മുഴുവൻ നശിപ്പിച്ച് ആ രാവണനെ കൊന്നു കളഞ്ഞത്. രാവണനെ മാത്രമല്ല, ഒരു കുലം മുഴുവൻ നശിപ്പിച്ചു. ഇങ്ങനെ ജനാപവാദം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജീവിച്ചിരിക്കുമ്പോ ദുഷ്ടൻ, മരിച്ചാൽ കേമനാകും. ലോകത്ത് നമ്മുടെ രാജ്യത്തല്ല, കേമനായിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ കഥ കഴിഞ്ഞപ്പോ അതിന്റെ ഭവിഷ്യത്ത് ഇവിടെയാണ് കണ്ടത്. അതുകൊണ്ടാണ് ദൂതൻ ഗമിക്കട്ടെ എന്ന് പറഞ്ഞത്. അല്ലേ സ്വാമിൻ, ഇനിയിപ്പോ ആരെയാ ദൂതനായിട്ട് പറഞ്ഞയക്കേണ്ടത്? ബാലീന പുത്ര അങ്കദ. ബാലിപുത്രനായിരിക്കണ അങ്കദൻ പോട്ടെ. അങ്കദൻ അതിനുള്ള വൈഭവം ഉണ്ടോ എന്നാണെങ്കിൽ അങ്കദൻ ബാലിയുടെ പുത്രനാണ്. മാത്രല്ല അങ്കദൻ ഒരു യുവരാജാവ് കൂടിയാണ്. ബാലിയെ രാവണന് ഭയങ്കര ബഹുമാന. അപ്പോ ബാലിപുത്രനായിട്ടുള്ള അങ്കദൻ പോകുമ്പോ രാവണൻ പറയണ കാര്യം ക്ഷമയോടെ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്.
അപ്രകാരം പറഞ്ഞ് ഭഗവാൻ ആയവിടെ വത്തിച്ചു വശായി. അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. കളവേണുരവ കളായ നീല കമലാ ചുംബനലംബടോതി രമ്യ അടിബോധൈവാരവിന്ദ മധ്യേ രമതാം മേ ഹൃദി ദേവകീ കിശോരാ. January 29 is celebrated as the Indian Newspaper Day in remembrance of the launch of India's first newspaper. To know more details, I call upon Anyakya Pradeep. Indian Newspaper Day is celebrated annually on January 29 to commemorate the launch of Indian first newspaper, Hickey's Bengal Gazette, also known as Calcutta General Advertiser. On January 29, 1780, founded by Irishman James Augustus Hickey in Kolkata. This day honors the history of Indian journalism, promote freedom of expression, and highlight the role of print media in society. It commemorates the start of first weekly newspaper in India and the birth of free, often fearless press that challenged colonial rule. Schools and organizations celebrate by conducting reading sections, creating new collages, hosting quiz contests, and honoring journalism. Hickey's Bengal Gazette was a pioneer for expressing opinion freely, which led to British administration shutting it down in 1782. They promote the habit of reading newspapers and recognize their role in shaping public opinion and providing reliable information in a digital age. While January 29 is widely recognized as an Indian Newspaper Day for the first newspaper, it also serves as a broader annual acknowledgement of the Indian press and especially the Indian Newspaper Society role in the country democracy. പൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. ഇനി നമുക്ക് ഈ ആഴ്ചത്തെ സ്കൂൾ വാർത്തകൾ കേട്ടാലോ? അതിനായി ലെന മരിയെ ക്ഷണിക്കുന്നു. ഈ ആഴ്ചത്തെ സ്കൂൾ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ജാനുവരി 26 നമ്മുടെ സ്കൂളിൽ റിപ്പബ്ലിക് ദിനം ആഘോഷം കൊണ്ടാടുകയുണ്ടായി. PTA പ്രസിഡന്റ് ശ്രീ അരുൺ പതാക ഉയർത്തുകയും SPC CPO ശ്രീ സിബിൽ സാർ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. 8-9 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായി ജാനുവരി 29 മൂന്നാറിലേക്ക് ഒരു പഠനയാത്ര നടത്തുകയുണ്ടായി. ജാനുവരി 31 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി ശ്രീ ബോണി ചെല്ലാനത്തിന്റെ നേതൃത്വത്തിൽ ഗ്രീൻ പാസ്റ്റേഴ്സ് ഒരു മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. ഇതോടുകൂടി ഈ ആഴ്ചത്തെ സ്കൂൾ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം. ഇനിയുമേറെ സഞ്ചരിക്കുവാനുണ്ട് റേഡിയോ പ്രിയോറിന്. കഥകളുടെയും പാട്ടുകളുടെയും ഒരു മായാപ്രപഞ്ചം തന്നെ തീർക്കുവാനുണ്ട്. മനസ്സിൽ വീഴുന്ന മഞ്ഞുതുള്ളി പോലെ ജീവിതത്തിന് തണുപ്പേക്കുന്ന ധാരാളം എപ്പിസോഡുകളുമായി റേഡിയോ പ്രിയോർ ഓരോ ആഴ്ചയും നമ്മുടെ കാതുകളിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഞങ്ങൾ സ്റ്റുഡൻസ് ഓഫ് 8B വിത്ത് അവർ ജെസി മിസ് സൈനിങ് ഓഫ്. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം കൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം പൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ